ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി പറഞ്ഞു തരട്ടെ. നമ്മൾ ഉണ്ടാക്കിയത് ഒരു കുറുമയാണ്, വെജിറ്റബിൾ കുറുമ. അതിന് വേണ്ടിയിട്ട് പട്ട, ഗ്രാമ്പൂ, കുറച്ച് കശുവണ്ടിപ്പരിപ്പ്, ഒരു കഷ്ണം ഇഞ്ചി, ഒരു 5-6 വെളുത്തുള്ളി അല്ലി, പിന്നെ കശകശ എന്ന് പറയും, അതും കസ്കസും പെരിഞ്ചീരകവും ഒരു ചെറിയ ടീസ്പൂൺ എടുത്തിട്ടുണ്ട്, 4 പച്ചമുളക്, കുറച്ച് മല്ലിയില, പിന്നെ ഞാൻ ഗ്രീൻ പീസ് ഒരു പിടി നേരത്തെ തന്നെ വേവിച്ച് വെച്ചിട്ടുണ്ട്, പിന്നെ ഒരു മൂടി തേങ്ങ, വലിയ ഒരു മൂടിയാണ് എടുത്തിരിക്കുന്നത്, പിന്നെ കുറച്ച് ബീൻസ്, ഒരു പകുതി ക്യാരറ്റ്, പകുതി ബീറ്റ്റൂട്ട്, കോളിഫ്ലവർ ഒരു ചെറിയ ഭാഗം, പിന്നെ ഒരു ഉരുളക്കിഴങ്ങ്. ഇത്രയാണ് വെജിറ്റബിൾസ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാം ഏകദേശം ക്യൂബ്സായിട്ടാണ് കട്ട് ചെയ്യേണ്ടത്. അതെല്ലാം കട്ട് ചെയ്യാം. അപ്പം ഈ വെജിറ്റബിൾ കുറുമയ്ക്ക് നമ്മൾ ഈ കഷ്ണങ്ങളെല്ലാം, അതായത് ഗ്രീൻ പീസ് വേവിച്ചത് കാരണം ബാക്കിയുള്ള കഷ്ണങ്ങളെല്ലാം ഒരുമിച്ച് ഞാൻ ഇട്ട് വേവിച്ചിട്ട് അത് വെന്ത് വരുമ്പോഴാണ് ഞാൻ ഈ ഗ്രീൻ പീസ് അതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ ഈ കുറുമ നമുക്ക് ഇഡ്ഡലിക്ക്, ദോശയ്ക്ക്, പിന്നെ നമ്മൾ ചപ്പാത്തിക്ക്, ഭൂരിക്ക്, ബ്രെഡിന്, പിന്നെ നമ്മൾ സാധാരണ വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കില്ലേ, അതിൻ്റെ കൂടെയും നമുക്ക് മിക്സ് ചെയ്ത് കഴിക്കാൻ പറ്റും. അപ്പോൾ അത്രയും ടേസ്റ്റി ആയിട്ടുള്ള കുറുമയാണ്. അപ്പോൾ ഇവിടെ ഞാൻ ഒരു ഉരുളക്കിഴങ്ങും തോല് ചെത്തി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ നമുക്ക് ക്യൂബ്സായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാം. ഇതെല്ലാം കട്ട് ചെയ്ത ശേഷം നന്നായി കഴുകി വേവാനായിട്ട് വയ്ക്കാം. നിങ്ങളടുത്ത് ഗ്രീൻ പീസ് റോ ഉണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് ഇതിനോടൊപ്പം തന്നെ ഇടാം. ഞാൻ ഇല്ലാത്തതുകൊണ്ട് നേരത്തെ തന്നെ ഗ്രീൻ പീസ് കുതിർത്ത് ഒരു പിടി വേവിച്ച് വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഈ കഷ്ണങ്ങളെല്ലാം ഞാൻ ഒരു പാത്രത്തിലാക്കിയിട്ട് വേവാനായിട്ട് അടുപ്പിൽ ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് അടുപ്പിൽ വയ്ക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ കഷ്ണങ്ങൾ, അതായത് തേങ്ങ ചിരകി അതിൽ അരയ്ക്കാനായിട്ട് മിക്സി ജാറിലോട്ട് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള പട്ട, ഗ്രാമ്പൂ, പിന്നെ പെരിഞ്ചീരകം, കസ്കസ്, അണ്ടിപ്പരിപ്പ്, പിന്നെ മല്ലിയില, പച്ചമുളക്, മല്ലിപ്പൊടി ഒരു വലിയ ടേബിൾ സ്പൂൺ, ഇത്രയാണ് നമ്മളിതിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അതിലിട്ടിട്ട് അരച്ച് വയ്ക്കുക. അപ്പോൾ നമ്മുടെ കഷ്ണങ്ങളൊക്കെ നല്ലോണം വെന്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ ഗ്രീൻ പീസും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഉപ്പ് ചേർത്തിട്ടില്ലല്ലോ, അപ്പോൾ നമ്മൾ ഈ സമയത്ത് അതിലേക്ക് പാകത്തിന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുക. കഷ്ണങ്ങളൊക്കെ വെന്ത് വരുന്ന സമയത്ത് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് അതിലേക്ക് ചേർത്ത് ഒന്ന് ലൂസാക്കുക. കുറച്ചുകൂടെ വെള്ളം ചേർത്ത്, ജാറിൽ തന്നെ വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് ചേർത്താലും മതിയാവും. പിന്നെ വെള്ളം ചേർത്ത ശേഷം ഉപ്പ് പോരായി തോന്നിയാൽ കുറച്ചുകൂടെ ഉപ്പ് ചേർക്കാം. എന്നിട്ട് നല്ലോണം തിളച്ച് കഷ്ണങ്ങൾ അതെല്ലാം സെറ്റായി വരുമ്പോൾ നമ്മൾ കുറച്ച് കറിവേപ്പിലയും ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും അതിലേക്ക് ഒഴിക്കുക. അപ്പോൾ വെജിറ്റബിൾ കുറുമ റെഡി ആയിട്ടുണ്ട്. ഞാനിതിന് മോള് ഭൂരി ആവശ്യപ്പെട്ടതുകൊണ്ട് ഭൂരിയാണ് കുഴയ്ക്കുന്നത്. ഞാനിപ്പോൾ അതിന് ഒരു ടീക്കപ്പ് മൈദ, ഒരു ടീക്കപ്പ് ഗോതമ്പ് മാവും, ഒരു ടീസ്പൂൺ റവയും ഇട്ടിട്ടാണ്, ഉപ്പും ചേർത്തിട്ടാണ് കുഴച്ച് വയ്ക്കുന്നത്. കുറച്ച് കുഴച്ചിട്ട് നമ്മൾ അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ച ശേഷമാണ് പൂരീസ് ഉണ്ടാക്കിയത്. അപ്പം എൻ്റെ മോന് അങ്ങനെ പൂരീസ് അത്ര ഇഷ്ടമല്ല, എണ്ണയിൽ നമ്മൾ വറക്കുന്നതുകൊണ്ട്. അപ്പോൾ അവന് ഞാൻ എന്താണെന്ന് വെച്ചാൽ ബ്രെഡാണ് കൊടുത്തത് കുറുമയ്ക്കൊപ്പം. അപ്പോൾ അത് ഞാൻ ഈ വീഡിയോയിൽ ഇടുന്നുണ്ട്. ഇത് ചപ്പാത്തിക്കും ബിരിയാണിക്കും ഇഡ്ഡലി, ദോശ എല്ലാത്തിനും ചേർത്ത് കഴിക്കാം കേട്ടോ. അങ്ങനെ അത്രയും ടേസ്റ്റി ആയിട്ടുള്ള കുറുമയാണ്.
എൻ്റെ പൂരീസ് റെഡി ആയിട്ടുണ്ട്. അതിനോടൊപ്പം കുറുമ ചേർത്ത് കഴിച്ചു. പിന്നെ മോന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ബ്രെഡ് ഇഡ്ഡലി ചെമ്പിൽ വെള്ളം ഒഴിച്ചിട്ട് തട്ട് വെച്ച് അതിൽ ആവി കയറ്റിയിട്ടുണ്ട്. അപ്പം നല്ല സോഫ്റ്റ് ആവുമല്ലോ. അപ്പോൾ അവന് അങ്ങനെ കഴിക്കാനാണ് ഇഷ്ടം. ഒരു ഓംലേറ്റും ഞാൻ മോന് ഉണ്ടാക്കി